ഇങ്ങനെ ഉണ്ടായി എന്ന് പല കഥകൾ വഴി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ ഇന്ന് മിസ് പറഞ്ഞു തരാൻ പോകുന്നത് ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി, ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന രണ്ട് തിയറീസ് ഉണ്ട്. നിങ്ങൾ പല കഥകളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമാണ് പാൻസ്പെർമിയ തിയറി എന്ന് പറയുന്നത്. അതായത് മറ്റേതോ യൂണിവേഴ്സിൽ നിന്നും ജീവൻ വന്നു, അവിടുന്ന് ഉൽക്കകൾ നമ്മുടെ ഭൂമിയിൽ പതിച്ചു, ആ ഉൽക്കകൾ വഴിയാണ് മറ്റേതോ ഗ്രഹത്തിൽ നിന്നും ജീവൻ നമ്മുടെ ഭൂമിയിൽ എത്തിയത്, ലൈഫ് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്നും വന്നെത്തിച്ചേർന്നതാണ് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തിയറീനെയാണ് നമ്മൾ പാൻസ്പെർമിയ സിദ്ധാന്തം, പാൻസ്പെർമിയ തിയറി എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സ്പോറോ രേണുക്കളൊക്കെ വഴിയാണ് ജീവൻ എത്തിയത്, ആ കണികകളെ നമ്മൾ പാൻസ്പെർമിയ എന്ന് പറയുന്നു. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നതും എല്ലാവരും പ്രൂവൻ ചെയ്തതുമായിട്ടുള്ള ഒരു തിയറി ഉണ്ട്, നമ്മൾ പറയുന്ന കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. ഈ തിയറിനെയാണ് കൂടുതലായിട്ടും ഇന്നത്തെ ലോകം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കൂടുതലായിട്ട് അഫേം ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് നോക്കിയാലോ, നമ്മുടെ ഭൂമിയിൽ ഏകദേശം നമ്മൾ പറയും 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായതെന്ന്. അന്നത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ വളരെയധികം ചുട്ടുപഴുത്ത് ഹൈ ടെമ്പറേച്ചറിലാണ്. അന്ന് ഫ്രീ ഓക്സിജൻ ഒന്നുമില്ല. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അന്ന് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന വാതകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, ഹൈഡ്രജൻ സൾഫൈഡ്, വാട്ടർ വേപ്പർ, നീരാവി ഒക്കെയാണ്. ഈ പറയുന്ന വാതകങ്ങളായിരുന്നു അന്ന് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നത്. ഫ്രീ ഓക്സിജൻ ഒന്നുമില്ലായിരുന്നു. ഇനി ഇത് കൂടാതെ തന്നെ അന്ന് വലിയ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്നു, ഭയങ്കര ചൂട്, ഇടിമിന്നൽ, ഇങ്ങനെയൊക്കെ വന്ന് ഈ നീരാവികളൊക്കെ ഘനീഭവിച്ച് കണ്ടൻസ് ചെയ്ത് കാലങ്ങളോളം, അതായത് കുറേ വർഷങ്ങളോളം നീണ്ട മഴ പെയ്തു. അങ്ങനെ നീണ്ടു നിന്ന് മഴകൾ കാരണമാണ് ഓഷ്യൻസ് ഫോം ചെയ്തത്, സമുദ്രം രൂപപ്പെടുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന സൺലൈറ്റ്, നമ്മുടെ സൂര്യപ്രകാശം, അൾട്രാവയലറ്റ് വികിരണങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ ഇടിമിന്നൽ, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇവിടെ നിന്നൊക്കെ കിട്ടിയ ഊർജം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എനർജി സോഴ്സ് വഴി ഭൂമിയിൽ ഈ പറയുന്ന രാസവാതകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വാതകങ്ങളൊക്കെ പിന്നെ ഘനീഭവിച്ച് മഴയായി പെയ്ത് ഓഷ്യൻസ് ഫോം ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഗ്യാസസും കോമ്പൗണ്ടുകളൊക്കെ എവിടെ എത്തി? ഓഷനിലെത്തി. അങ്ങനെ ഓഷൻ അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിൽ ഈ പറയുന്ന രാസങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാതകങ്ങൾ ഒക്കെ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടന്നു. അങ്ങനെ രാസപ്രക്രിയകളൊക്കെ നടന്നതിന് ശേഷം കുറേ കാലങ്ങൾ വെയിറ്റ് ചെയ്ത് ആണ് ആദ്യത്തെ ഒരു കോശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിമിറ്റീവ് സെല്ല് രൂപപ്പെടുന്നത് എന്ന് പറയുന്നത്. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ന്യൂക്ലിക് ആസിഡിന് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ലിപ്പിഡ് ലെയർ, കൊഴുപ്പിൻ്റെ ആവരണം എന്ന് പറയുന്നു. ഇതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമ കോശം എന്ന് പറയുന്നത്. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായി ഉണ്ടായ കോശം എന്നറിയപ്പെടുന്നത് ഇതാണ്. അപ്പം ഇങ്ങനത്തെ കുറേ തിയറീസും കുറേ സിദ്ധാന്തങ്ങളും, എങ്ങനെയാണ് ഭൂമിയിലെ ജീവൻ ഉണ്ടായത്, അതിനുശേഷം നമ്മൾ പറയുന്ന കുഞ്ഞൻ ബാക്ടീരിയകളൊക്കെ എങ്ങനെ ഉണ്ടായി, സസ്യങ്ങൾ എങ്ങനെ ഉണ്ടായി, അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന ഡിനോസറുകളൊക്കെ എങ്ങനെ ഉണ്ടായി, അവസാനം മനുഷ്യൻ എങ്ങനെ രൂപപ്പെട്ടു, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ബയോളജിയിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ് എന്ന് പറയുന്ന പാഠഭാഗത്താണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ യോദ്ധ ബാച്ചിലെ ക്ലാസ്സിലാണ്. അപ്പോൾ കുറേ കഥകളും ഇതിൽ കൂടുതൽ കുറേ തരത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ അറിയണമെങ്കിൽ, എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് എന്നൊക്കെ അറിയണമെങ്കിൽ ആ ക്യൂരിയോസിറ്റി എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ യോദ്ധ ബാച്ചിലെ ക്ലാസ്സിലാണ്. സോ നേരെ യോദ്ധ ബാച്ചിലേക്ക് പോരെ, കുറച്ചധികം കഥകൾ കേൾക്കാം, കുറേ അധികം അറിവുകൾ നേടാം. സോ കൂടുതൽ കോൺസെപ്റ്റ് ഒക്കെ അറിയാൻ നേരിട്ട് നമ്മുടെ ബാച്ചിൽ പോരെ, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.